പ്രഭാത ചിന്തയ്ക്കായി സാദൃശ്യവാക്യം 17-ാം അധ്യായം 1-ാം വാക്യം. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. കർത്താവിൻ്റെ ഉന്നതമായ നാമം മഹിതപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്ന വചനം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ, ശാലോമോൻ ആത്മപ്രേരിതനായി ആ വചനം കുറിക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനൊന്നുമില്ലാതെ താൻ 1-ാം വാക്യം എന്തോ ഒരു ആത്മപ്രേരിതമായി ആത്മാവ് തന്നെ ഹേമിച്ച് താൻ അത് തുടക്കം കുറിച്ചതുപോലെ നമുക്ക് തോന്നുന്നു. താൻ പറയുകയാണ്, കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനം ഉണ്ടായിരുന്നാലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. ഈ വചനത്തിന് 2 ആശയങ്ങളുണ്ട്. ഒന്ന് ഭൗമികമായ ആശയം, 2 ആത്മീകമായ ആശയം. ആത്മീകമായ ആശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭൗമികമായ കാഴ്ചപ്പാട് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടുമായി എഴുതിയിരിക്കുന്നതിൻ്റെ പ്രത്യക്ഷ അർത്ഥം ഇങ്ങനെയാണ്: നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഒരു ധനികൻ്റെ ഭവനത്തിലുള്ള സ്വസ്ഥതയേക്കാൾ ഒരു ദരിദ്രൻ്റെ ഭവനത്തിലുള്ള ഇല്ലായ്മയിലുള്ള അല്പമാണ് ഏറ്റവും നല്ലത് എന്ന് ഒരർത്ഥം നമുക്കുണ്ട്. തീർച്ചയായിട്ടും അതങ്ങനെയാണ്. ലോകത്തിൽ അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്നതായ സ്വസ്ഥതയേക്കാൾ കൂടുതൽ നമ്മുടെ ഇല്ലായ്മയിലാണ് നാം കൂടുതൽ സമാധാനം അനുഭവിച്ചത്, സന്തോഷം അനുഭവിച്ചത്. എന്നാൽ നമുക്ക് ഭവനവും നമുക്ക് ആവശ്യമുള്ള വസ്ത്രവും സമ്പത്തും എല്ലാ അനുഗ്രഹങ്ങളും വാഹനങ്ങളും ഒക്കെ പണ്ട് കാലത്തേക്കാൾ ഇപ്പോൾ ദൈവം തന്നപ്പോൾ, അതോടൊപ്പം ചിലത് ദൈവം തന്നപ്പോൾ ചിലത് എടുത്തു കളഞ്ഞത് സമാധാനം, തന്നത് സമൃദ്ധി. എവിടെ സമൃദ്ധിയുണ്ടോ അവിടെ ഒരുപക്ഷെങ്കിൽ യാഗങ്ങൾ കൂടിയേക്കാം, പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ അങ്ങ് കൂടിയേക്കാം. നമ്മൾ ധാരാളം സഭയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയൊക്കെ കുറേയേറെ നന്മകളൊക്കെ ചെയ്യുന്നവനായിരിക്കാം. പ്രകീർത്തിക്കപ്പെടത്തക്കതായി ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരുപാട് സാമൂഹിക പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ചേക്കാം. സഭയിലും ദൈവത്തിന് പ്രസാദകരമെന്ന് തോന്നുമാറ് അനേകം നീതി പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്തേക്കാം. പക്ഷെങ്കിൽ തിരികെ വരുമ്പോൾ നമ്മുടെ ഭവനത്തിൽ നമുക്ക് സമാധാനമില്ല എങ്കിൽ നമ്മുടെ ആരാധന അല്ലെങ്കിൽ നാം ചെയ്ത പ്രവൃത്തിയെല്ലാം നിഷ്ഫലമായി പോകും. ചില ഭവനങ്ങൾ അങ്ങനെയാണ്. അവർ പുറമേ സഭയിലും സമൂഹത്തിലുമൊക്കെ മാന്യരായി തോന്നും. എന്നാൽ അവരുടെ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം കുടുംബ ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങളും വഴക്കും ബഹളങ്ങളും. ഒരിക്കൽ ഒരു പുരോഹിതൻ ആരാധനയ്ക്ക് ശേഷം തൻ്റെ ഇടവകയിലുള്ള ദൈവമക്കളൊക്കെ അല്ലെങ്കിൽ ആ അംഗങ്ങളൊക്കെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുവാൻ ഓരോ വീടുകളും കയറി ഇറങ്ങി. ഒരു ഗ്രാമപ്രദേശമായിരുന്നു. ആദ്യമായി താൻ പോയത് ആ സഭയിലെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയുടെ അടുത്താണ്. താൻ ധനികനാണ്, ധാരാളം നന്മകളൊക്കെ സഭയിലൊക്കെ ചെയ്യുകയും നീതിപ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കൂടാതെ ആ സഭ മുന്നോട്ട് കൊണ്ടുപോകുവാനും ആ ഇടവകയിൽ ഒരു കാര്യങ്ങളും ചെയ്യുവാനും മറ്റുള്ളവർക്ക് പ്രാപ്തിയില്ല. എന്നാൽ ആ പുരോഹിതൻ ആ ഭവനത്തിൽ ചെന്നപ്പോൾ ആ മാതാപിതാക്കൾ എല്ലാവരും ആഹാരത്തിൻ്റെ സമയമാണ്, പക്ഷെങ്കിൽ അവരവരുടെ പ്ലേറ്റുമായിട്ട് പലയിടത്തായിട്ട് ചിതറിയിരുന്നാണ് കഴിക്കുന്നത്. പുരോഹിതൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? അത് ചോദിച്ച് വന്നപ്പോൾ ആ ഭവനത്തിന് സ്വസ്ഥതയില്ല. ഒരു വലിയ വഴക്ക് കഴിഞ്ഞ് മക്കൾക്ക് മക്കളുടെ കാര്യം, മാതാപിതാക്കൾക്ക് അവരവരുടെ കാര്യം, എല്ലാവരും അവരവരുടെ ഭക്ഷണം എടുത്തുകൊണ്ട് അവരവരുടെ ഭാഗത്തിരുന്ന് അവരവർ കഴിക്കുന്നു. ഐക്യമില്ലാത്ത ജീവിതം. വെളിയിൽ വളരെ മാന്യതയാണ്, എന്നാൽ ഭവനത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, കുറ്റപ്പെടുത്തൽ, സംശയങ്ങൾ, ആശയ ചേർച്ചയില്ലായ്മ, അഭിപ്രായ ഭിന്നത, ഇതെല്ലാം ഏറ്റക്കുറച്ചിലുകൾ അവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചതിനാൽ പുറത്ത് ഐശ്വര്യം എന്ന് തോന്നുന്നു, യാഗങ്ങൾ ബഹുത്വമാണ്,
ആരാധന ക്ഷേമമാണ്, പക്ഷെങ്കിൽ സ്വന്തം ജീവിതത്തിൽ അനുഭവമില്ല. അവിടെ സ്വസ്ഥതയും സമാധാനവുമില്ല. വഴക്കും വക്കാണവുമായിട്ട് ദിവസം കഴിച്ച് നീക്കുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഐക്യമില്ല. കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും തമ്മിൽ ഐക്യമില്ല. ദേശവുമായിട്ട് അവർക്കൊരു പൊരുത്തവുമില്ല. അങ്ങനെ അസ്വസ്ഥത നിറഞ്ഞതായ ഒരു ജീവിതത്തിൽ ആരുമറിയാതെ സമൂഹത്തിൽ മാന്യരായി നടിക്കുന്ന ഒരു ജീവിതം. ആ പുരോഹിതൻ വീണ്ടും ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർക്കുള്ള ആഹാരം കൊണ്ട് ആ കുടുംബം വളരെ പ്രാർത്ഥനയോടുകൂടെ ഭക്ഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത്, സന്തോഷമായിരിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഈ വചനത്തിലുള്ളതായ ഭൗമികമായ പ്രത്യക്ഷമായ അർത്ഥവികത്ത്. എന്നാൽ ഇതിനെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ ആത്മാവ് ആ ഭവനത്തിലുള്ള വഴക്കിനെക്കുറിച്ചോ അസ്വസ്ഥതയെക്കുറിച്ചോ അല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് ദൈവമക്കളോട് എന്ത് സന്ദേശമാണുള്ളത്? ഭൗമികമായ കാഴ്ചപ്പാടിനേക്കാൾ അങ്ങേപ്പുറത്ത് ആത്മീകമായ ഒരു കാഴ്ചപ്പാടിലേക്ക് അത് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ശാലോമോനിൽ കൂടെ പ്രവർത്തിച്ച് ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങൾ വരും തലമുറ ദൈവത്തിലേക്ക് ആശയമുള്ളവരും അടുപ്പമുള്ളവരും ആശ്രിതരുമായി തീരേണ്ടതിന് ഈ വചനങ്ങൾ കുറിക്കപ്പെട്ടു വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മീകമായ ആ വചനത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കൂ. അനേക സമ്പത്തും അനേക അനുഗ്രഹങ്ങളും നമുക്കുണ്ടെങ്കിലും ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാത്തതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. നമുക്ക് ഈ പകൽക്കാലം എഫെസോസ് സഭയിലേക്ക് നമുക്കൊന്ന് വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ആത്മവിവശതനാക്കിയതിന് ശേഷം ഉയരത്തിൽ കൊണ്ടുപോയി തനിക്ക് ചില ദർശനങ്ങൾ കൊടുത്തു. ആദ്യമായിട്ട് താൻ ഇടപെട്ട് നിന്നതും പരിചയിച്ചു നിന്നതുമായ സഭകളെക്കുറിച്ചുള്ളതായ ഒരു വീക്ഷണം അദ്ദേഹത്തിന് കൊടുത്തു. അതിലേറ്റവും മുഖ്യം എഫെസോസ് സഭയാണ്. ആ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി, 2-ാം വാക്യം, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അവൻ്റെ ഭവനത്തിലുള്ളതായ യാഗസമൃദ്ധിയുള്ള ഭോജനത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിരിക്കുകയാണ്. നാം കുറിവാക്യമായി വായിച്ചത് ഒരു വീട് നിറയെ യാഗഭോജനം ഉണ്ട്, പക്ഷെങ്കിൽ അവിടെ കലഹമാണ്. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്ക് സഹിഷ്ണുതയുണ്ട്, എൻ്റെ നാമം നിമിത്തം നീ വളരെയധികം കാര്യങ്ങൾ സഹിക്കുന്നു, എന്തെല്ലാം നീ ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ആരാധനയോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ, ഒരു ദൈവസഭയിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു അംഗത്തെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായിരിക്കണമോ അതെല്ലാം പൂർണ്ണമായിട്ട് അവനുണ്ട്. എന്നാൽ ഒരു പ്രശ്നം, ഇവിടെ ഇതാ ഉണങ്ങിയ അപ്പകഷ്ണങ്ങൾ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് എനിക്ക് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്താണ് ഈ ഉണങ്ങിയ അപ്പകഷ്ണം? ഇസ്രായേൽ ജനങ്ങളും യഹൂദന്മാരും മറ്റ് അറബി ദേശങ്ങളിലുമൊക്കെ അക്കാലത്ത് ദൂരയാത്ര പോകുകയിൽ ക്ഷാമകാലത്തെ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അപ്പം ഉണങ്ങി വയ്ക്കും. എപ്പോഴും അവരുടെ യാത്രയിൽ അപ്പം ചുടുവാൻ അവരെ കൊണ്ട് സാധ്യമല്ല. എല്ലാ ഭവനങ്ങളിലും ഉണങ്ങിയ അപ്പത്തിൻ്റെ ഒരു അട്ടി തന്നെ അടുക്കി വച്ചേക്കും. ദാരിദ്ര്യം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ
ദൈനംദിന ജീവിതത്തിൽ അവർ ഉണങ്ങിയ അപ്പം കൊണ്ടുവന്ന് തത്സമയം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചാറുണ്ടാക്കി അതിൽ മുക്കിയാണ് കഴിക്കുന്നത്. നമ്മൾക്കൊക്കെ ചെയ്യുന്നത് പോലെ ഫ്രഷായിട്ട് അന്നേരം ഉണ്ടാക്കി നമ്മൾ ബിരിയാണിയും മറ്റുള്ള ആഹാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ളതായ ഒരു സംഭവമല്ല അന്ന് ഉണ്ടായിരുന്നത്. ഉണങ്ങിയ അപ്പം എല്ലാ ഭവനങ്ങളിലുമുണ്ട്. എന്താണ് ഈ ഉണങ്ങിയ അപ്പം കാണിക്കുന്നത്? നിൻ്റെ ആദ്യ സ്നേഹം, ആദ്യ സാക്ഷ്യം, ആദ്യ ജീവിതം. നിന്നെ ദൈവം വിളിച്ചപ്പോൾ നീ ഏതവസ്ഥയിലായിരുന്നു? എത്രമാത്രം സ്നേഹം നീ ദൈവത്തോട് പുലർത്തിയിരുന്നു? ആ സ്നേഹം നീ വിട്ടുകളയുമ്പോൾ ആദ്യം നിന്നെ നടത്തിയതായ നിൻ്റെ അവസ്ഥയെക്കുറിച്ച് നീ മറന്നു കളഞ്ഞിട്ട് വിട്ടുകളഞ്ഞിട്ട് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. സത്യമാണ്, നിൻ്റെ ജീവിതത്തിൽ അനേക യാഗസത്യങ്ങളൊക്കെ ഉണ്ട്. അനേക കഷ്ടങ്ങൾ നീ സഹിക്കുന്നുണ്ട്. വാസ്തവമായി സത്യത്തിന് വേണ്ടിയൊക്കെ നീ നിലകൊള്ളുന്നുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ സഹിക്കുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. നിനക്ക് സഹിച്ചുകൂടാത്ത കൊള്ളരുതാത്തവരെയൊക്കെ നീ വിരട്ടി ഓടിക്കുന്നതായ അനേക നല്ല പ്രവൃത്തികളൊക്കെ നിൻ്റെ കയ്യിലുണ്ട്. അനേക സ്നേഹ പ്രവൃത്തികൾ അല്ലെങ്കിൽ സഹിഷ്ണുത നിനക്ക് ചെയ്യുവാൻ നിനക്ക് ആ സഹിഷ്ണുതയുടെ സ്വഭാവം നിനക്ക് ഏറ്റെടുത്ത് ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ നീ സഹിച്ചതായ സകല കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഓർമ്മയുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം നിന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു. ഉണങ്ങിയ അപ്പം, അതായത് ആദ്യ സ്നേഹം നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇപ്പോഴുള്ളതായ ആരാധന സമൃദ്ധിയുടെ മുഖത്ത് നീ കാണിക്കുന്നതായ ഉത്കൃഷ്ടമായിട്ടുള്ള എന്ത് തന്നെ പ്രവൃത്തികളായിരുന്നാലും ശരി, തീർച്ചയായിട്ടും നീ ഒരു സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നതായ പ്രവൃത്തികളും ചെലവിടുന്നതും ചെലവായി പോകുന്നതും മാന്യമായി നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ തലയുയർത്തി നിൽക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ധനപരമായിട്ട് വളരെയധികം പ്രവൃത്തികൾ സൽപ്രവൃത്തികളൊക്കെ നീ ചെയ്യുന്ന വ്യക്തിയാണ്. സഭയിലും പുരോഹിതന്മാർക്കും ഉന്നതന്മാർക്കും ഒക്കെ മുൻപിൽ വളരെ മാന്യതയോടുകൂടിയുള്ളതായ പേരും സ്ഥാനവും ഇരിപ്പിടവും ഒക്കെ നിനക്ക് ലഭിക്കുന്നു. പക്ഷെങ്കിൽ സ്വന്തം ജീവിതത്തിൽ സമാധാനമില്ലാത്തവനാണ്. കാരണം നിൻ്റെ ആദ്യ സ്നേഹം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. നീ ഇപ്പോഴുള്ളതായ സമൃദ്ധിയിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം, ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു അനുഭവം. ഈ അനുഭവം കൊണ്ട് നീ ഭവനത്തിൽ ചെല്ലുമ്പോൾ എന്താണെന്നറിയാമോ? ആ രണ്ട് പഴയ സ്വഭാവവും ഇതും തമ്മിൽ ഒത്തുചേരാതെ നിൻ്റെ ഭവനത്തിൽ കലഹമുള്ളവനാകും. ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കലഹമുള്ളവരാകും. വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടും. ആ അസമാധാനം നമ്മുടെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെടും. ഭവനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അസമാധാനം നാം ഇടപെടുന്ന ആരാധിച്ചു പോകുന്ന സഭയിൽ പ്രത്യക്ഷപ്പെടും. സഭയിൽ പ്രത്യക്ഷപ്പെടുന്ന അസമാധാനവും പൊരുത്തക്കേടുകളും നാം ഇടപെടുന്നതും അല്ലെങ്കിൽ പുലർത്തുന്നതുമായ സാമൂഹിക ജീവിതങ്ങളിലൊക്കെയും അത് പ്രത്യക്ഷപ്പെടും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്, സൽപ്രവൃത്തികൾ ഒരുപാടുണ്ട്, യാഗങ്ങൾ ഒത്തിരിയുണ്ട്, സമൃദ്ധികൾ ഒരുപാടുണ്ട്, മാന്യൻ എന്നുള്ള പേരുണ്ട്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിന്നെക്കുറിച്ച് കീർത്തിച്ച് പറയുവാനുണ്ട്. പക്ഷെങ്കിൽ വ്യക്തിപരമായി നിൻ്റെ ഭവനത്തിൽ നിൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ സമൃദ്ധിയേക്കാൾ എല്ലാം നല്ലത് ഉണങ്ങിയ ഒരു കഷ്ണം അപ്പം. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നെ വിളിച്ച് ചേർത്തിരിച്ചപ്പോൾ, ക്രിസ്തുയേശുവിൽക്കുള്ളതായ രക്ഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചപ്പോൾ, ദൈവം സകലത്തിനും മതിയായവനെന്ന് നിന്നോട് സംസാരിച്ച് നിൻ്റെ കൈക്ക് പിടിച്ച് നിന്നെ ഉയർത്തിയപ്പോൾ, കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഒരു ദാരിദ്ര്യമായ അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ ആരും കണ്ടാൽ നിന്നെ നിന്ദിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ വലിച്ചു കയറ്റിയപ്പോൾ, നീ എങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നോ അതേ അനുഭവം പങ്കിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.